എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വൈബ്രേഷൻ കൺട്രോൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ വൈബ്രേഷൻ നമുക്ക് ഒരു രീതിയിലും ഡിസൈറബിൾ അല്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു സിസ്റ്റത്തിൽ വൈബ്രേഷൻ ക്രിയേറ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ദർ ഈസ് സംതിങ്, സം പ്രോബ്ലം ഈസ് ദർ, അല്ലെങ്കിൽ സം പ്രോബ്ലം ഈസ് കമ്മിങ് ദർ. അതാണ് വൈബ്രേഷൻ്റെ ആ ഒരു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീനറി അത് കറക്റ്റ്, അത് നല്ല ഒപ്റ്റിമം പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനറി ആണെങ്കിൽ അതിൻ്റെ സൗണ്ട്, അതിൻ്റെ സൗണ്ടും അതിൻ്റെ വൈബ്രേഷനും എല്ലാം മിനിമം ആയിരിക്കും. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു മെഷീൻ എന്താ സേഫ് വർക്കിംഗ് മോഡാണോ നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺബാലൻസ് ആ മെഷീനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അവിടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ കൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മെഷീൻ എന്തോ പ്രശ്നം വരാൻ പോവാണല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തോ ബ്രേക്ക് ഡൗൺ സംഭവിക്കാൻ പോകണം, അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നം വരാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് അതിനെന്തോ ഒരു മെയിൻ്റനൻസ് ചെയ്യണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഒരു രീതിയിലും വൈബ്രേഷൻ ഡിസൈറബിൾ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം, വൈ വൈബ്രേഷൻ ഈസ് അൺഡിസൈറബിൾ. എന്താണ് പല സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് വൈബ്രേഷൻ. എക്സാമ്പിൾ ഓരോ എക്സാമ്പിൾസ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ലോസ് ഓഫ് ആക്യുറസി വർക്ക് പീസ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് മെഷീൻ ടൂൾ. നമ്മളൊരു മെഷീൻ, ഒരു വർക്ക് പീസ് നമ്മളൊരു ലേത്തിലോ ഒരു ഡ്രില്ലിംഗ് മെഷീനിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അതിനെ മെഷീൻ ചെയ്യാന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മെഷീൻ ചെയ്ത് നമ്മളൊരു ഡയമെൻഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൂളിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ടിട്ട് നമുക്ക് ആ റിക്വയർഡ് ഡയമെൻഷന് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ വരുന്നത് എന്താ, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ. സെക്കൻഡ് വൺ എന്താണ്, ഫെറ്റിക് ഫെയിലിയർ ഓഫ് സ്ട്രക്ചർ ലൈക്ക് എയർക്രാഫ്റ്റ് മെഷീൻ കമ്പോണൻസ് ലൈക്ക് ക്രാങ്ക് ഷാഫ്റ്റ് അല്ലേ. ക്രാങ്ക് ഷാഫ്റ്റിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അതുപോലുള്ള മെഷീനറി കമ്പോണൻസിലൊക്കെ ഈ വൈബ്രേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ബൈ ദ ടൈം ഇറ്റ് വിൽ ഫെയിൽ. അവിടെ എന്തായിരിക്കും, ഫെയിലിയർ സംഭവിക്കും ബൈ ഫട്ടിക് അല്ലേ. അടുത്ത നോക്കിയേ, മാൽ ഫങ്ഷനിങ് ഓഫ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പം നമ്മൾ ഈ റോക്കറ്റ് പോലുള്ള ഇൻസ്ട്രുമെൻസിലോ അല്ലെങ്കിൽ അതുപോലുള്ള സെൻസിറ്റീവ് ഉള്ള ഇൻസ്ട്രുമെൻസിലോ ഒക്കെ വൈബ്രേഷൻസ് എക്സസീവ് ആണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും, ആ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഫെയിൽ ആവും അല്ലേ. അല്ലെങ്കിൽ പിന്നെ നോക്കിക്കേ, സെവർ ഡാമേജ് ഡ്യൂ ടു റെസണൻസ് അല്ലേ. റെസണൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. ആ റെസണൻസ് പോലെ സംഭവിക്കും, കൊളാപ്സിങ് ഓഫ് ബ്രിഡ്ജസ് ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻസ്, ഇതിൻ്റെ കൊളാപ്സിങ് ഉണ്ടാവും അല്ലേ. കൊളാപ്സിങ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബ്രിഡ്ജ്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ട്രക്ക് പോകാന്നിരിക്കട്ടെ. ഈ ട്രക്കിന് ഒരു വൈബ്രേഷൻ ഉണ്ട്, ഈ ബ്രിഡ്ജിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇത് രണ്ടിൻ്റെ വൈബ്രേഷൻ സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ രണ്ടിൻ്റെയും ഫ്രീക്വൻസി വൈബ്രേഷൻ സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ റെസണൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ അച്ചൈൻ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ബ്രിഡ്ജിൻ്റെ വൈബ്രേഷൻ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തിക്കുകയും എന്ത് സംഭവിക്കും, അവിടെ എന്ത് പറയും, അവിടെ നമുക്ക് ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യും, ബ്രിഡ്ജ് കൊളാപ്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻസ്, ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുമ്പം ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അവിടെ ഈ പല രീതിയിലുള്ള വൈബ്രേഷൻസ്, ഇപ്പോൾ വിൻഡിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായി, ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എക്സസീവായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സംഭവിക്കും, ആ ലൈൻസ് പൊട്ടിപ്പോവില്ലേ. അപ്പോൾ ഏതെങ്കിലും രീതി നമുക്ക് ആ വൈബ്രേഷൻസ് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്സ് നമ്മൾ പറയും. ഏതൊക്കെ രീതി നമുക്ക് വൈബ്രേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ 4-5 സ്ട്രാറ്റജീസ് ഉണ്ട്. ആ 4-5 സ്ട്രാറ്റജീസ് നമ്മൾ ഡീറ്റെയിൽഡായിട്ടൊന്ന് നമ്മൾ പഠിക്കും. ആ 1, 2, 3, 4 എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ചാർട്ടർ വൈബ്രേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ചാർട്ടർ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ആക്യുറസി ഓഫ് വർക്ക് പീസ്. അതിനകത്ത് വെച്ചാൽ നമ്മളൊരു ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു വർക്ക് പീസ് നമ്മളൊരു ഷാഫ്റ്റിന് ഒരു ലെഗത്തിനകത്തോ ഒരു ഡ്രില്ലിംഗ് മെഷീനകത്തോ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനകത്തോ ഏതെങ്കിലും വെച്ച് നമ്മൾ വെച്ചിട്ട് മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്യുകയെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യുമ്പം ആ ഒരു ടൂളിൻ്റെ വൈബ്രേഷൻ കൊണ്ടിട്ട് ഈ ടൂളിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവുകയും തൽഫലമായിട്ട് എന്ത് സംഭവിക്കും, ആ ഒരു വർക്ക് പീസിൽ അറ്റൻഡ് ചെയ്യുന്ന ആക്യുറസി അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരികയും അവിടെ നിന്ന് സംഭവിക്കും ആ ഒരു വൈബ്രേഷൻ പറയുന്നതാണ് ചാർട്ടർ വൈബ്രേഷൻ. ഈ ചാർട്ടർ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് ചാർട്ടർ ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ചാർട്ടർ ഉണ്ട്. ഫോഴ്സ്ഡ് ചാർട്ടർ എന്ന് പറയുമ്പോഴത്തേന് ഒറിജിനേറ്റ്സ് ഇൻ ദി ഡ്രൈവിംഗ് സിസ്റ്റം ഫ്രം ദി മോട്ടർ ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ദി കട്ടിംഗ് സോൺ. അതായത് ഈ മോട്ടറല്ല ഈ ടൂളിന് പവർ കൊടുക്കുന്നത്, ഈ ടൂളിന് മൂവ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. ആ മോട്ടറിൽ നിന്നുള്ള വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് ടൂളിലോട്ട് ചെല്ലുന്നതാണ്
ഫോഴ്സ്ഡ് ചാറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, അതായത് പുറത്തു നിന്ന് മോട്ടറിൽ നിന്നാണ് കൊടുക്കുന്നത്, അതാണ് ഫോഴ്സ് ചാറ്റർ എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ സെൽഫ് എക്സൈറ്റഡ് ചാറ്റർ എന്ന് പറയുമ്പോഴത്തേന് അത് അതിൻ്റെ ഇപ്പോൾ വർക്ക് പീസിൻ്റെ സർഫസ് യൂണിഫോം അല്ല, അല്ലെങ്കിൽ അൺഈവൻ ആണ്, ഒരുപാട് ഗർത്തങ്ങളും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവിക്കും. നമ്മൾ ടൂൾ അങ്ങോട്ട് വെക്കുമ്പോഴത്തേനും സംഭവിക്കും ആ ഒരു വർക്ക് പീസിലെ അൺഈവൻ സർഫസ് കൊണ്ട് അവിടെ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ വൈബ്രേഷനെ പറഞ്ഞവരാണ് സെൽഫ് എക്സൈറ്റഡ് ചാറ്റർ. അതായത് അതിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വൈബ്രേഷനാണ് സെൽഫ് എക്സൈറ്റഡ് ചാറ്റർ. ജസ്റ്റ് അറിഞ്ഞിരിക്കാതെ രണ്ട് വൈബ്രേഷൻസ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ എന്ന ടോപ്പിക്കിലോട്ട് പോകാം. മെത്തേഡ്സ് ഓഫ് വൈബ്രേഷൻ കൺട്രോൾ. രണ്ട് മെത്തേഡ് ഉണ്ട്, പാസീവ് മെത്തേഡ് ഉണ്ട്, ആക്റ്റീവ് മെത്തേഡ് ഉണ്ട്. പാസീവ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിസൾട്ടിങ് വൈബ്രേഷൻ. അതായത് വൈബ്രേഷൻ ആ രീതിയിൽ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ആ എത്ര വൈബ്രേഷൻ ഉണ്ടാവുന്നു എന്നതൊന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ പാസീവ് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ആക്റ്റീവ് വൈബ്രേഷൻ കൺട്രോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, അതിനൊരു വൈബ്രേഷൻ ഉണ്ട്, നമ്മൾ അതിൻ്റെ വൈബ്രേഷൻ്റെ എത്രമാത്രം വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ വൈബ്രേഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ആ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമായിട്ടായിരിക്കും നമുക്കത് വർക്ക് ചെയ്യുന്നത്. അതാണ് ആക്റ്റീവ് വൈബ്രേഷൻ. ഇത് ഡിപ്പെൻഡ് ഓൺ ദി റിസൾട്ടിങ് വൈബ്രേഷൻ ആണ്. ഇറ്റ്സ് എ ക്ലോസ് ലൂപ്പ്. അപ്പോൾ ഞാനൊരു സ്കിമാറ്റിക് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെ ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സിസ്റ്റം എന്ത് സംഭവിക്കും? ഈ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ആ സോഴ്സിന് ഒരു എക്സൈറ്റേഷൻ വരുന്നത്, അതാണ് എക്സൈറ്റേഷൻ. ഓക്കെ, ആ എക്സൈറ്റേഷൻ എങ്ങോട്ട് കൊടുക്കുന്നത്? ഈ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? സിസ്റ്റം അവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസ്പോൺസ്, അപ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ വന്നില്ലേ? അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെയാണ് എക്സൈറ്റേഷൻ റിഡക്ഷൻ സോഴ്സ്. ഇപ്പോൾ സോഴ്സിന് നമ്മൾ കൺട്രോൾ ചെയ്യാന്നിരിക്കട്ടെ, ഒരു സിസ്റ്റത്തിന് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മെത്തഡോളജി ചോദിക്കും, ആ സോഴ്സിൻ്റെ എക്സൈറ്റേഷൻ കട്ട് ചെയ്യുക. ആ സോഴ്സിനെ അവിടെ കട്ട് ചെയ്ത് തന്നെ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വൈബ്രേഷൻ തീരും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം മോഡിഫിക്കേഷൻ ആണ് രണ്ടാമത്തെ. ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്തൊരു പേജിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ എന്താണ്? സോഴ്സിൻ്റെ എക്സൈറ്റേഷൻ കട്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? സിസ്റ്റം മോഡിഫിക്കേഷൻ. മൂന്നാമത്തെ എന്താണ്? സോഴ്സ് ഐസൊലേഷൻ ബൈ ദ വൈബ്രേഷൻ ഐസൊലേറ്റ് ബാരിയേഴ്സ് ഓർ യൂസിങ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ. ഈ സോഴ്സും സിസ്റ്റം തമ്മിൽ നമ്മൾ എന്ത് സംഭവിക്കും? ഒരു ഐസൊലേഷൻ വെക്കുന്നത് അല്ലേ? എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു എന്താണ് വൈബ്രേഷൻ ഐസൊലേഷനൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഒരു മെഷീനുണ്ട്, ഒരു ലേത്തുണ്ട് അല്ലേ? നമ്മുടെ മെഷീൻ ടൂളിലാവർക്ക് ഒരു ലേത്തുണ്ട്. ഈ ലേത്ത് അതിൻ്റെ ഫൗണ്ടേഷനിലോട്ട് പോകുന്ന വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി എന്തോ എടുക്കും നമ്മൾ? അതിൻ്റെ ഇടയ്ക്ക് വൈബ്രേഷൻ ഐസൊലേഷൻ മെറ്റീരിയൽസ് വെക്കുന്നത് അല്ലേ? ആ സെയിം കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അത് സിസ്റ്റം സോഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വൈബ്രേഷൻ്റെ ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നത്? ഒരു വൈബ്രേഷൻ ഐസൊലേറ്റർ അല്ലെങ്കിൽ ബാരിയറോ അല്ലെങ്കിൽ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നാലാമത്തെയാണ് ആക്റ്റീവ് കൺട്രോൾ. ഇവിടെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ കൊടുക്കണം. അവിടെ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ പോലെ ഒരു റെസ്പോൺസ് ഉണ്ടാവും അല്ലേ? ആ ഒരു വൈബ്രേഷനെ പറയുന്ന പേരാണ് റെസ്പോൺസ്. ആ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമ്മൾ എന്തെടുക്കും? അനലൈസ് ചെയ്തിട്ട് അതിനെ ആ റെസ്പോൺസിനെ ക്യാൻസൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു അഡീഷണൽ എക്സൈറ്റേഷൻ നമ്മളോട് കൊടുക്കും. ആ അഡീഷണൽ എക്സൈറ്റേഷൻ വെച്ച് എന്തെടുക്കും? ആ ഉണ്ടാകുന്ന ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വൈബ്രേഷനെ ആര് ക്യാൻസൽ ചെയ്യും? ഈ ആക്റ്റീവ് കൺട്രോൾ ഫീഡ്ബാക്ക് സിസ്റ്റം നടക്കുന്ന അഡീഷണൽ എക്സൈറ്റേഷൻ ക്യാൻസൽ ചെയ്യും. അവിടെ അങ്ങനെ നമുക്ക് വൈബ്രേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ എന്താണ്? യൂസ് റെസ്പോൺസ് ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നിൽക്കട്ടെ. ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ വൈബ്രേഷനെ പെട്ടെന്ന് നമുക്ക് ആ വൈബ്രേഷൻ എന്താ പറയുക? മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ? ആ മെക്കാനിക്കൽ എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് എനർജിയോട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടതിന് എന്ത് സംഭവിക്കും? അവിടെ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജി
കുറയും ഇല്ലേ. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ വൈബ്രേറ്റ് ചെയ്യുന്നതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എല്ലാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ സംഭവിക്കും ഇതിൻ്റെ വൈബ്രേഷൻ എഫക്റ്റ് കൊണ്ട് ആ വൈബ്രേഷൻ ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, അപ്പോൾ മെക്കാനിക്കൽ മോഷനെ എന്തുകൊണ്ട് കൺവേർട്ട് ആവും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു വൈബ്രേഷൻ കൺട്രോൾ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ 4-5 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് എക്സൈറ്റേഷൻ റിഡക്ഷൻ സോഴ്സസ്, രണ്ടാമത്തെ സിസ്റ്റം മോഡിഫിക്കേഷൻ, മൂന്നാമത്തത് സോഴ്സ് ഐസൊലേഷൻ ബൈ വൈബ്രേഷൻ ഐസൊലേറ്റ് ഓർ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ, ലാസ്റ്റ് ഫോർത്ത് വൺ ആക്റ്റീവ് കൺട്രോൾ. എന്ന് വെച്ചാൽ എന്താണ്, സെൻസ് ചെയ്ത റെസ്പോൺസ്, അവിടുത്തെ റെസ്പോൺസ് സെൻസ് ചെയ്തിട്ട് ആൻഡ് അഡീഷണൽ എക്സൈറ്റേഷൻ ഗിവൺ സോ ദാറ്റ് ഇറ്റ് ക്യാൻസൽസ് ദി എഫക്ട്സ് ഓഫ് ഒറിജിനൽ എക്സൈറ്റേഷൻ. അതാണ് ആക്റ്റീവ് കൺട്രോൾ, വൈബ്രേഷൻ ആക്റ്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ. അടുത്തെന്ന് വെച്ചാൽ യൂസ് റെസ്പോൺസ് ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് കൺവേർട്ട് ദ മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ഉടനെ തന്നെ ആ വൈബ്രേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ അബ്സോർബ് ചെയ്തിട്ട് വേറൊരു എനർജി ഫോമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് യൂസ് റെസ്പോൺസ് ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഓഫ് വൈബ്രേഷൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നമുക്കിതിൻ്റെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് നോക്കാം. റിഡക്ഷൻ ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് സോഴ്സ് ഇറ്റ് സെൽഫ്, അതിന് നോക്കി നമ്മൾ ഓൾറെഡി ബാലൻസിങ് ഓഫ് മാസസ് പഠിച്ചു അല്ലേ. ബാലൻസിങ് മാസത്തിനകത്ത് എന്താണ് ചെയ്യുന്നത്, അവിടെ ആ ഒരു സോഴ്സിനകത്ത് തന്നെ നമ്മൾ എന്തും വയ്ക്കുക, അവിടെ നമ്മൾ എക്സൈറ്റേഷൻ കുറയ്ക്കുക. അവിടെ ഒരു സോഴ്സിനകത്ത് ഒരു അൺബാലൻസ്ഡ് മാസ് ഉണ്ടാവുക. ആ അൺബാലൻസ്ഡ് മാസിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ബാലൻസിങ് മാസ് ആഡ് ചെയ്യുന്നു. അപ്പം നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന സോഴ്സിൽ തന്നെ നമ്മൾ എന്ത് സംഭവിക്കുക, അവിടെ ആ വൈബ്രേഷനെ ക്യാൻസൽ ചെയ്യും. പിന്നെന്തുവാ, ചേഞ്ചിങ് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഇൻഡ്. ഇപ്പോൾ ഒരു പൈപ്പിനകത്തൂടെ എന്ത് സംഭവിക്കുന്നത്, ഒരു ഫ്ലോ ഉണ്ടാകുന്നത്, ആ ഫ്ലോയുടെ ഒരു ഇത് കൊണ്ടിട്ട് ആ പൈപ്പിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുക, ആ ഫ്ലോയുടെ വെലോസിറ്റിയോ ആ ഫ്ലോയുടെ വിസ്കോസിറ്റിയോ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ വൈബ്രേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സോഴ്സിനെ തന്നെ, ആ വൈബ്രേഷൻ്റെ സോഴ്സിനെ തന്നെ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുകയാണ് അല്ലേ, അവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് അതിൻ്റെ എക്സൈറ്റേഷന്. പിന്നെന്താണ്, ഇപ്പം നമ്മൾ റെഡ്യൂസ് പാരാമെട്രിക് എക്സൈറ്റേഷൻ ഇല്ലേ. നമ്മളിപ്പം എന്താ പറയുന്നത്, ടൂൾസിൻ്റെ ഒക്കെ കേസിൽ വരുവാണെങ്കിൽ അതിനകത്ത് ടൂൾസ് നമ്മൾ ഈ മെഷീനും ഓപ്പറേഷൻ ടൂളിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് ഒക്കെ നമുക്ക് വേരി ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് പറയാം, അവിടെ നമുക്ക് വൈബ്രേഷൻ ആ സോഴ്സിൽ തന്നെ കൺട്രോൾ ചെയ്യാം അല്ലേ. റെഡ്യൂസിങ് ഫ്രിക്ഷന്, അവോയ്ഡിങ് വോർട്ടെക്സ് സ്പ്രെഡിങ് ടു റെഡ്യൂസ് സെൽഫ് എക്സൈറ്റ്, ഇതെല്ലാം നമുക്ക് സെൽഫ് എക്സൈറ്റഡ് സോഴ്സിൻ്റെ റിഡക്ഷൻ കുറയ്ക്കാനുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഐസൊലേഷൻ ഓഫ് സോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഒരു ലേത്ത് ഒരു ഫൗണ്ടേഷനിൽ വെച്ചിട്ടുണ്ട് അല്ലേ, ആ ലേത്തിൻ്റെ വൈബ്രേഷൻ ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നത്, അപ്പോൾ തമ്മിലൊരു ഐസൊലേഷൻ കൊടുക്കുന്നത്. ഐസൊലേഷൻസ് എന്തൊക്കെയാവാം, ഐസൊലേഷൻ എന്തൊക്കെ, സ്പ്രിങ് ആവാം, ഡാമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ വിസ്കോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ന്യൂമാറ്റിക് സസ്പെൻഷൻസ് ആവാം. ഇതെന്തെടുക്കും, ഇതിൻ്റെ ഇടയ്ക്ക് ഐസൊലേറ്റഡ് ആക്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ, ആ ഒരു ലേത്തിൽ നിന്ന് അതിൻ്റെ ഫൗണ്ടേഷനിലോട്ട് ആ വൈബ്രേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ സംഭവിക്കും, അത് ഒരു ഡാമ്പിങ് എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അടുത്ത എന്താണ്, സിസ്റ്റം റീഡിസൈൻ ഓർ സിസ്റ്റം മോഡിഫിക്കേഷൻ ആണ് അടുത്ത സ്ട്രാറ്റജി. ഇതിനകത്ത് എന്ന് പറയുമ്പം ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അവിടെ ഒരു മാസ് കാണും, അവിടെ ഒരു സ്റ്റിഫ്നെസ് കാണും, അവിടെ ഒരു ഡാമ്പിങ് ഡാഷ്ബോർഡ് കാണും ഇല്ലേ. അപ്പോൾ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അതായത് സ്റ്റിഫ്നെസ്, ഡാമ്പിങ് ഫാക്ടർ, അതിൻ്റെ മാസ്, ആ കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു സിസ്റ്റം ഒരു വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റിഫ്നെസ് അല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ഇനർഷ്യ എന്ന് പറയുമ്പോൾ എന്താ, അവിടുത്തെ മാസ്, ഈ സംഭവങ്ങളൊക്കെ വേരി ചെയ്ത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നമ്മൾ റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ, ഇവിടുത്തെ വൈബ്രേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ സിസ്റ്റം മോഡിഫിക്കേഷൻ. അടുത്ത നാലാമത്തെ ആക്റ്റീവ് കൺട്രോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആക്റ്റീവ് കൺട്രോൾ എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് സെക്കൻഡറി വൈബ്രേഷൻ ടു ദ സിസ്റ്റം ടു ദ ഒറിജിനൽ വൈബ്രേറ്ററി സിസ്റ്റം വിച്ച് ഈസ് അണ്ടർ എക്സൈറ്റേഷൻ. ഓൾറെഡി ഒരു വൈബ്രേഷൻ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വൈബ്രേഷനകത്ത് എന്തെടുക്കും, ആ വൈബ്രേഷനെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു സെക്കൻഡറി വൈബ്രേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, ആ സെക്കൻഡറി വൈബ്രേഷൻ നമ്മുടെ പ്രൈമറി വൈബ്രേഷനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, മനസ്സിലായി. അപ്പോൾ അവിടെ എന്തിരിക്കും, വൈബ്രേഷൻ കുറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ വൈബ്രേഷൻ യൂസ് റെസ്പോൺസ് ആസ് എ സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് കൺവേർട്ട് എനർജി ഇൻറ്റു മെക്കാനിക്കൽ. നമ്മുടെ ഈ ഒരു എക്സൈറ്റേഷൻ എനർജി അതായത് വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ എവിടെ എക്സൈറ്റേഷൻ ഉണ്ടാവുമല്ലോ, ആ എക്സൈറ്റേഷൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനെ പറയുന്നത് അതാണ് അഞ്ചാമത്തെ സ്ട്രാറ്റജി.
പഠിച്ചു. അപ്പോൾ വൈബ്രേഷൻ കൺട്രോൾ എന്താണെന്ന് പഠിച്ചു, എന്താണ് വൈബ്രേഷൻ അൺഡിസേബിൾ എന്ന് പഠിച്ചു, വൈ വൈബ്രേഷൻ ഈസ് അൺഡിസേബിൾ പഠിച്ചു. പിന്നെ 5 മെത്തേഡ്സ് അല്ലെങ്കിൽ 5 സ്ട്രാറ്റജീസ് ഓഫ് വൈബ്രേഷൻ കൺട്രോൾ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ സ്റ്റെപ്സ് ഇൻ വൈബ്രേഷൻ കൺട്രോൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്സ് ആയിട്ട് നിന്ന് ഓർത്ത് വെക്കുക. ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഴ്സ് വൈബ്രേഷൻ, എന്താണ് നമ്മുടെ വൈബ്രേഷൻ്റെ സോഴ്സ് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് സ്പെസിഫൈ ദ ലെവൽ ടു വിച്ച് വൈബ്രേഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ്, എത്രമാത്രം ലെവൽ വരെ നമുക്ക് വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യണം നമ്മൾ ആലോചിക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് അപ്പം സെലക്ട് ദ അപ്രോപ്രിയറ്റ് മെത്തേഡ് ഓഫ് വൈബ്രേഷൻ റിഡക്ഷൻ ലെവൽ ഐഡൻറ്റിഫൈഡ് ഇൻ ദ സ്റ്റെപ്പ് 3. അപ്പം ഈ ഒരു സ്റ്റെപ്പ് 2 നമ്മൾ എത്രമാത്രം വൈബ്രേഷൻ കുറയ്ക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. ആ മെത്തേഡിനെ ബേസ് ചെയ്ത് നമ്മളൊരു അനലിറ്റിക്കൽ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ആണ് അനലിറ്റിക്കൽ ഡിസൈൻ ബേസ്ഡ് ഓൺ ദി സ്റ്റെപ്പ് 3 ആൻഡ് റിയലൈസ് ഇൻ പ്രോബ്ലം. അതിനെ ബേസ് ചെയ്ത് ഒരു ഹാർഡ്വെയർ മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു സോ ദാറ്റ് നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു 5 സ്റ്റെപ്സ്. അപ്പോൾ സ്ട്രാറ്റജീസും പഠിച്ചു, സ്റ്റെപ്സും പഠിച്ചു. അടുത്ത് നമ്മൾ വൈബ്രേഷൻ കൺട്രോൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാം. വൈബ്രേഷൻ കൺട്രോൾ നമ്മൾ പഠിച്ചു. അടുത്ത വൈബ്രേഷൻ അബ്സോർബർ. ഓക്കെ, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബൈ അറ്റാച്ചിങ് എ സെക്കൻഡറി മാസ് ടു എ പ്രൈമറി വൈബ്രേറ്റിംഗ് സിസ്റ്റം സച്ച് ദാറ്റ് ദ സെക്കൻഡറി മാസ് ഡിസിപ്പേറ്റ് എനർജി. നോക്കി, ഇവിടെ ഒരു പ്രൈമറി സിസ്റ്റം ഉണ്ട്, ഒരു മാസ് ഉണ്ട് MP എന്ന് പറയുന്ന പ്രൈമറി മാസ്, അവിടെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് K, അവിടെ ഒരു ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ഉണ്ട് C, അവിടെ ഒരു ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് C. ആ ഒരു സിസ്റ്റത്തിൽ വൈബ്രേഷൻ ഉണ്ട്. ആ പ്രൈമറി സിസ്റ്റത്തിൻ്റെ വൈബ്രേഷൻ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെക്കൻഡറി സിസ്റ്റം അവിടെ ആഡ് ചെയ്യും. അവിടെ എന്തുവാ, ഒരു സെക്കൻഡറി മാസ് ഉണ്ട് MS, അവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, അവിടെ ഒരു എക്സ്ട്രാ ഡാമ്പർ ഉണ്ട്. ഈ ഒരു സെക്കൻഡറി സിസ്റ്റം എന്ത് ചെയ്യും, ഈ പ്രൈമറി സിസ്റ്റത്തിൻ്റെ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യും, ഈ സെക്കൻഡറി സിസ്റ്റം അബ്സോർബ് ചെയ്യും. ഇതാണ് വൈബ്രേഷൻ അബ്സോർബറിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഈ വൈബ്രേഷൻ അബ്സോർബർ എവിടേക്ക് ഉപയോഗം വരുന്നത് നോക്കാം. കൺട്രോൾ ഓഫ് ടോർഷണൽ വൈബ്രേഷൻ, ടോർഷണൽ ഓസിലേഷൻ ഇൻ ക്രാങ്ക് ഷാഫ്റ്റ്, പിന്നെ കൺട്രോൾ ഓഫ് ചാറ്റർ ഇൻ കട്ടിംഗ് ടൂൾസ്, കൺട്രോൾ ഓഫ് വൈബ്രേഷൻ ഓഫ് എയർക്രാഫ്റ്റ് ക്യാബിൻ, കൺട്രോൾ ഓഫ് റോളിംഗ് ഓഫ് ഷിപ്പ്, കൺട്രോൾ ഓഫ് വൈബ്രേഷൻ ട്രാൻസ്മിഷൻ കേബിൾ. ഈ ട്രാൻസ്മിഷൻ കേബിൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ കേബിൾസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ വൈബ്രേഷൻ അബ്സോർബർ യൂസ് ചെയ്ത് നമുക്ക് അവിടുത്തെ വൈബ്രേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ എന്താണ് വൈബ്രേഷൻ അബ്സോർബർ എന്ന് വെച്ചാൽ ബേസിക്കലി ഒന്നുമില്ല, ഒരു സെക്കൻഡറി മാസ് നമ്മൾ ആഡ് ചെയ്ത് സോ ദാറ്റ് അവിടെ ഉണ്ടാകുന്ന പ്രൈമറി സിസ്റ്റത്തിൻ്റെ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുന്ന ഈ സെക്കൻഡറി മാസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ മാസസ് ഫിറ്റ് വെച്ചേക്കുന്ന കാണാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിൻഡിൻ്റെ ഒക്കെ എഫക്റ്റ് കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻസ് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ മാസ് എന്തെടുക്കും, ഈ പെട്ടെന്ന് ഈ വൈബ്രേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഈ പ്രൈമറി സിസ്റ്റത്തിൻ്റെ വൈബ്രേഷൻ അവിടെ കുറയ്ക്കും. അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. വൈബ്രേഷൻ മെഷർമെൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ് വൈബ്രേഷൻ മെഷർ ചെയ്യുന്നത്, നമുക്കിതെല്ലാം ലോജിക്കലി ചെയ്യാവുന്ന കാര്യങ്ങൾ. മെഷറിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ആക്യുറസി ഓഫ് ഷാഫ്റ്റ് അലൈൻമെൻറ്റ് ആൻഡ് ബാലൻസ് ആൻഡ് കോമൺ ദ കണ്ടീഷൻസ് ഓഫ് ബിയറിംഗ്സ് ഓർ ദ ഗിയർ ആൻഡ് ദ എഫക്റ്റ് ഓഫ് മെഷീൻ ഡ്യൂ ടു റെസൊണൻസ് ഫ്രം ദി ഹൗസിംഗ് ആൻഡ് അതർ സ്ട്രക്ചർ. നോക്കിയേ, നമുക്കൊരു മെഷീനറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബിയറിംഗ് ഉണ്ട്, അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ മെഷർ ചെയ്താൽ മതി. ഇതിൻ്റെ വൈബ്രേഷൻ വിത്ത് നോർമൽ ലിമിറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ സിസ്റ്റം സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് എന്ന് പറയാം. അതല്ല എക്സസീവ് വൈബ്രേഷൻ ആണെങ്കിൽ എന്ത് ചോദിക്കാം, അവിടെ എന്തോ പ്രശ്നമുണ്ട്, ദാറ്റ് സിസ്റ്റം നീഡ്സ് മെയിൻ്റനൻസ് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഈ വൈബ്രേഷൻ മെഷർമെൻറ്റ് ഈസ് ആൻ എഫക്റ്റീവ് നോൺ ഇൻസ്ട്രക്റ്റീവ് മെത്തേഡ് ടു മോണിറ്റർ ദ മെഷീൻ കണ്ടീഷൻ ഡ്യൂറിങ് സ്റ്റാർട്ടപ്പ് ഷട്ട് ഡൗൺ അൺനോർമൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക, മെഷീൻ നമ്മൾ വണ്ടി നിങ്ങളെല്ലാവരും വണ്ടി ഓടിക്കുന്നത് അല്ലേ, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് സ്ഥിരം നല്ലൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ സൗണ്ട് നമുക്ക് മനസ്സിലാവും, അല്ലേ? അവിടുത്തെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന നോർമൽ ഓപ്പറേഷൻ സമയത്ത് എത്രയാണ് നമുക്ക് വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. എൻജിൻ്റെ സമയത്ത് നമുക്കറിയാം. ഇതിൽ നിന്നൊരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ വണ്ടിക്ക് എന്തോ അല്ലെങ്കിൽ ഒരു മെഷീനറിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ വൈബ്രേഷൻ മെഷർമെൻറ്റ് ഇതിന് എഫക്റ്റീവ് മെത്തേഡാണ്. എന്തിന്, ഈ സിസ്റ്റം എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറിവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു എഫക്റ്റീവ് മെത്തേഡാണ് ഒരു വൈബ്രേഷൻ മെഷർമെൻറ്റ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? മെത്തേഡ് ടു മോണിറ്റർ മെഷീൻ കണ്ടീഷൻ, അത് നമുക്ക് പറയാം, അല്ലേ? ഒരു മെഷീൻ്റെ അവൻ്റെ വൈബ്രേഷൻ ലെവൽ വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കാം, ഇറ്റ്സ് മെഷീൻ ഈസ് ഓക്കെ, അതർവൈസ് ഇറ്റ് നീഡ്സ് മെയിൻ്റനൻസ്. സെക്കൻഡ്, ഐഡൻറ്റിഫൈ ദ ഡെവലപ്പിംഗ് പ്രോബ്ലംസ് ബിഫോർ ദേ കംസ് ടു സീരിയസ്, അല്ലേ? അപ്പോൾ ഒരു മെഷീൻ ഒരിക്കലും സഡൻ ബ്രേക്ക് ഡൗൺ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇറ്റ് വിൽ ഷോ സം വൈബ്രേഷൻ, ഇറ്റ് വിൽ ഷോ സം
സിംറ്റംസ് ദാറ്റ് സം പ്രോബ്ലംസ് ആർ ഡെവലപ്പിംഗ്. സം പ്രോബ്ലം അതായത് ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി വരുന്നോ ഇല്ലയോ എന്ന് അവിടെ എന്താ പറയുക അതിൻ്റെ വൈബ്രേഷനിലൂടെ നമുക്ക് കുറച്ച് സിംറ്റംസ് തരും. സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡെവലപ്പ് സം പ്രോബ്ലം. സോ ദ മെഷീനറി റിക്വയർഡ് സം മെയിൻ്റനൻസ് അല്ലേ. അപ്പോൾ നമ്മളത് കെയർ ചെയ്യും. അടുത്ത എന്താണ് ഡിക്റ്റഡ് മിസ് അലൈൻമെൻറ്റ് ആൻഡ് അൺബാലൻസ് ബിഫോർ ദിസ് റിസൾട്ട് ഇൻ ബിയറിംഗ് ആൻഡ് ഷാഫ്റ്റ് ഓറിയൻറ്റേഷൻ അല്ലേ. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിനൊക്കെ നമ്മളിപ്പോൾ വണ്ടിക്ക് സർവീസിന് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഈ വിത്തിൻ ദി പെർമിസിബിൾ ലിമിറ്റിലാണ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ അതിന് അപ്പുറത്താണ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ സംഭവിക്കും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ബിയറിങ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്കത് പ്രശ്നമായി മാറും, അല്ലെങ്കിൽ അത് ഫെയിലിയറായി സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കണം. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? വൈബ്രേഷൻ കൺട്രോൾ, വൈ വൈബ്രേഷൻ ഈസ് undesirable, and to start 5 strategies for controlling vibration control, and the method of vibration control, and vibration absorber, and vibration measurement. Okay.